എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച കുടുംബത്തിലെ അംഗങ്ങളായിരുന്ന ബെൻസണിനെയും സഹോദരി ബെൻസിയെയും സുരേഷ് ഗോപി ചേർത്ത് നിർത്തിയ വാർത്ത മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തതാണ്. ഇപ്പോഴിതാ അവരെ കാണാൻ കൊല്ലത്തെത്തിയ ദിവസത്തെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. താൻ അവിടെ ചെല്ലും വരെ ആ വീടിനൊരു കിലോമീറ്റർ ചുറ്റളവിൽ പോലും ആരും വരാറില്ലായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രം ഒരു ഹൃദയം ഉണ്ടായാൽ മതി. എനിക്ക് മാത്രം കിട്ടിയ സൗഭാഗ്യമാണോ എന്നറിയില്ല. ഇതിലൊക്കെ അറിവുള്ള ആളുകൾ ദൈവം പറഞ്ഞയച്ചതുപോലെ വന്ന് എന്നെ വിളിച്ചുകൊണ്ടുപോയി എല്ലാത്തിനും എന്നെയും ഉൾപ്പെടുത്തി. കേരളത്തിലെ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന രാമമൂർത്തി അറിയിച്ചിട്ട് സുഷമ സ്വരാജ് കേരളത്തിൽ വന്ന് എയ്ഡ്സ് ബാധിതരായ ബെൻസനെയും ബെൻസിയെയും കണ്ടിരുന്നു. അവർ കൊട്ടിയത്തുള്ള കുട്ടികളാണ്. സുഷമ സ്വരാജ് ജി ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രം പത്രങ്ങളിൽ വന്നിരുന്നു. അത് കണ്ട് ഞാൻ ഇംപ്രസ്ഡായി. എയ്ഡ്സ് ബാധിതരായ കുഞ്ഞുങ്ങളെ അമ്മയെപ്പോലെ ചേർത്ത് പിടിച്ചിരിക്കുകയാണല്ലോ കേന്ദ്രത്തിൽ നിന്നും വന്ന മന്ത്രി. അത് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിച്ചു. ഇത്തരം രോഗാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനവുമായി മാറി സുഷമ സ്വരാജിയുടെ പ്രവൃത്തി. എനിക്കും ആ കുട്ടികളുടെ വീട്ടിലേക്ക് എത്താൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഒരു ദിവസം മുമ്പ് വരെ ആ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ആളുകൾ വരില്ലായിരുന്നു. പോലീസും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് ജനങ്ങളെ നിയന്ത്രിച്ച ശേഷമാണ് ഞാൻ ആ വീട്ടിലെത്തിയത്. ആ കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ടായിരുന്നു. എനിക്കവർ ചായ കൊണ്ടുവന്ന് തന്നപ്പോൾ അവിടെ ചായ കുടിക്കാൻ ആളുകളുടെ തിക്കും തിരക്കുമായി. ഞാൻ മാത്രമല്ല, എല്ലാവരും ആ കുടുംബം തന്ന ചായയും പലഹാരങ്ങളും കഴിച്ചു. അന്ന് അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു കോട്ടയാണ് തകർന്നത്. എൻ്റെ കയ്യിൽ നിന്നും ആളുകൾ കുഞ്ഞുങ്ങളെ തട്ടിപ്പറിച്ചെടുക്കുന്നതും ഓമനിക്കുന്നതുമെല്ലാം ഞാൻ കണ്ടുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ ഈ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയായ ബെൻസൺ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് കൊട്ടാരക്കരയിലെ ബന്ധുവീട്ടിലെ കിടപ്പുമുറിയിലാണ് ബെൻസൺ ജീവിതം അവസാനിപ്പിച്ചത്. വിവേചനത്തിൻ്റെയും അവഗണനയുടെയും കയ്പുനീർ കുടിച്ച ബെൻസന്റെയും ബെൻസിയുടെയും ജീവിതം മലയാളികൾക്ക് മറക്കാനാകില്ല. അച്ഛനും അമ്മയും എയ്ഡ്സ് രോഗം വന്ന് മരിച്ചതോടെയാണ് ഇരുവരും നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടത്. എയ്ഡ്സ് രോഗബാധിതരായ മാതാപിതാക്കളുടെ മക്കളെന്നായിരുന്നു അന്ന് സമൂഹം അവർക്ക് ചാർത്തി നൽകിയ മേൽവിലാസം. ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എയ്ഡ്സ് തങ്ങളുടെ മക്കൾക്ക് പകരുമെന്ന് കരുതി ബെൻസനും ബെൻസിയും പഠിക്കുന്ന സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞയക്കാൻ രക്ഷിതാക്കളും മടി കാണിച്ചിരുന്നു. ഇതോടെ ഇരുവരുടെയും വിദ്യാഭ്യാസവും നിലച്ചിരുന്നു. 20 വർഷം മുമ്പെയാണ് ഈ സംഭവം അന്ന് നടന്നത്. അത് മാധ്യമങ്ങൾ വാർത്തയാക്കി. ഇരുവരുടെയും ജീവിതം കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായി. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ബെൻസനെയും ബെൻസിയെയും പിന്തുണച്ച് ചേർത്ത് നിർത്തി. പിന്നീടാണ് സുരേഷ് ഗോപിയും എത്തിയത്. പിന്നീട് നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നതോടെ ബെൻസനും ബെൻസിയും ജീവിതത്തിലേക്ക് തിരികെ വന്നു. മാതാപിതാക്കളായ ചാണ്ടിയുടെയും മേരിയുടെയും മരണശേഷം അമ്മുമ്മ സാലിക്കുട്ടിക്കൊപ്പമായിരുന്നു ബെൻസനും ബെൻസിയും ജീവിച്ചിരുന്നത്. 10 വർഷം മുമ്പ് ബെൻസി ജീവിതത്തിൽ നിന്നും യാത്ര പറഞ്ഞു. അടുത്തിടെ സാലിക്കുട്ടിയും മരിച്ചു. പിന്നീട് ബെൻസൺ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് 1 വർഷത്തോളമായി ബന്ധുവീട്ടിലായിരുന്നു താമസം. ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ കുറവുകളെക്കുറിച്ച് ആലോചിക്കാതെ പ്രതീക്ഷയോടെയായിരുന്നു ബെൻസന്റെ ജീവിതത്തെ കണ്ടത്. തൻ്റെ കഴിവുകളെ കണ്ട് സ്നേഹിക്കുന്നവളേക്കാളേറെ തൻ്റെ കുറവ് കണ്ട് സ്നേഹിക്കുന്നവളെയാണ് ഇഷ്ടമെന്ന് 3 വർഷം മുമ്പാണ് ബെൻസൺ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിരുന്നത്. എന്നാൽ പ്രണയത്തിലും പാളിച്ച സംഭവിച്ചതോടെ ബെൻസന്റെ ജീവിതം താളം തെറ്റി. കാമുകിയുമായി പിണങ്ങിയ ബെൻസൺ ഒരാഴ്ച മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. അത് മറികടക്കാൻ കഴിയാതിരുന്നതോടെ ബെൻസൺ ആത്മഹത്യയുടെ വഴി സ്വീകരിക്കുകയായിരുന്നു.